2024 എൻ്റെ ശബരിമല യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് അരമണിക്കൂർ ജീപ്പിൽ യാത്ര ചെയ്താൽ സത്രം എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ID പ്രൂഫ് പോലീസ് സൈഡ് പോസ്റ്റിൽ കൊടുത്ത് എൻട്രി ചെയ്തു വേണം യാത്ര ആരംഭിക്കാൻ. ഈ കാണുന്ന വഴിയിലൂടെ മുൻപോട്ട് കുറേ ചെന്നു കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ദൂരെ പുൽമേടിൻ്റെ കാഴ്ചകളാണ്. പിന്നെ ചെറിയ ചെമ്മൺ പാതയിലൂടെ നേരെ ശബരിമലയിലേക്ക്. ശബരിമലയ്ക്കുള്ള പരമ്പരാഗത തീർത്ഥാടന പാത ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എരുമേലിൽ നിന്നും പമ്പ വരെയുള്ള കാനന പാതയാണ് ആദ്യം മനസ്സിൽ തെളിയുക. എന്നാൽ മറ്റൊരു കാനന പാതയാണ് പാണ്ടിത്താവളം പുൽമേട് വഴിയുള്ള ശബരിമല യാത്ര. എന്നാൽ ഈ യാത്രയിൽ പുണ്യനദിയായ പമ്പയിൽ മുങ്ങിക്കുളിച്ച് മല കയറുന്ന രീതി ഈ യാത്രയിൽ നമുക്ക് ലഭിക്കില്ല എന്നതാണ് സത്യം. അതുപോലെ സത്രം പുൽമേട് വഴിയുള്ള ശബരിമല യാത്രയ്ക്ക് പല സവിശേഷതകളും നമുക്ക് കാണുവാൻ കഴിയും. പുൽമേടിൽ നിന്ന് നോക്കിയാൽ ആ യാത്രയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാണാൻ കഴിയുക. അതിലൊരു വശത്ത് ശബരിമല സന്നിധാനവും മറുവശത്ത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടും. ഭക്തിയും പ്രകൃതിയും ഒന്നായി കാണുന്ന ആ മനോഹരമായ കാഴ്ച. ശബരിമല യാത്രയിലെ യഥാർത്ഥ പ്രകൃതി ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ പുൽമേട് വഴിയുള്ള യാത്രയാവണം. പുൽമേട് യാത്ര ആരംഭിക്കുന്നത് കുമളിക്കടുത്തുള്ള വണ്ടിപ്പെരിയാറിൽ നിന്നാണ്. രാവിലെ 7 മണിക്ക് ശേഷമാണ് യാത്രയ്ക്ക് അനുവാദം കിട്ടുകയുള്ളൂ. സത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമാണ് ശബരിമലയ്ക്കുള്ളത്. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ വഴിക്കുള്ള യാത്രയ്ക്ക് അനുവാദം കിട്ടുകയുള്ളൂ. 2 മണിക്ക് ശേഷം സത്രത്തിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാറില്ല. പുൽമേട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് സന്നിധാനത്തേക്ക്. പുൽമേട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സന്നിധാനവും ആഴിയിൽ നിന്നുയരുന്ന പുകയും മകരവിളക്ക് ദിവസമാണെങ്കിൽ തടസ്സമില്ലാതെ മകരജ്യോതിയും കാണാൻ കഴിയും. മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരികെ പുൽമേട്ടിൽ നിന്നും കോഴിക്കാനത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് തിരികെ പോരുന്നത്. രാത്രി സമയത്ത് കാട്ടിലൂടെ 3 മണിക്കൂർ നടന്നു വേണം കോഴിക്കാനത്ത് എത്തിച്ചേരാൻ. ഭക്തർ ആവശ്യമുള്ള ഭക്ഷണം, കുടിവെള്ളം എന്നിവ കരുതി വേണം തിരികെ യാത്ര ആരംഭിക്കുവാൻ. നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ രാത്രി യാത്രയിൽ അത് നമുക്ക് വഴികാട്ടിയായിരിക്കും. കല്ലും മുള്ളും ചവിട്ടിയുള്ള ശബരിമല യാത്ര ശരിക്കും അനുഭവപ്പെടുന്നത് പുൽമേട് വഴിയുള്ള യാത്രയിലാണ്. പുൽമേട് യാത്രയിൽ നമ്മൾ കാണുന്ന പുൽമേടിൻ്റെ സൗന്ദര്യവും നിരനിരയായി കാണുന്ന കുന്നുകളും ചെമ്മൺ പാതകൾ, അതിനപ്പുറത്ത് മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കണ്ടാണ് ശബരിമല യാത്ര. പുൽമേട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട് സന്നിധാനത്തേക്ക്. തിങ്ങി നിറഞ്ഞ മരങ്ങളും കാട്ടുവള്ളികൾക്കിടയിലൂടെ കുന്നങ്ങൾ കയറിയിറങ്ങി നമ്മൾ എത്തിച്ചേരുന്നത് ഉരുക്കുഴി എന്ന സ്ഥലത്താണ്. ഉരുക്കുഴിയിൽ മുങ്ങിക്കുളിച്ചാണ് അയ്യപ്പന്മാർ 18ാം പടി കയറുന്നത്. കാട്ടുമൃഗങ്ങളെ കണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന കാനനപാതയാണ് പുല്ലുമേട്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പോലും ഇടുക്കി വണ്ടിപ്പെരിയാറിലെത്തി പുല്ലുമേട് വഴി ശബരിമലയിൽ പോകുന്നത്. കാടിൻ്റെയും പുല്ലുമേടിൻ്റെയും സൗന്ദര്യമാണ് ഈ വഴിയുള്ള ശബരിമല യാത്ര തങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് തീർത്ഥാടകർ പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 പുല്ലുമേട് വഴിയുള്ള എൻ്റെ ശബരിമല യാത്രയിലെ ചില വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.
2024 മകരജ്യോതി ദർശനം ഭക്തിയോടെ പൂർത്തിയാക്കി. ഇനി അടുത്ത കൊല്ലം തിരികെ വരാമെന്ന് മനസ്സിൽ ഉരുവിട്ട് തിരികെ പുൽമേട്ടിൽ നിന്നും രാത്രിയിൽ കാനനപാതയിലൂടെ തിരികെ നാട്ടിലേക്ക്.